അടുത്ത 5 വർഷം എറണാകുളം ജില്ലാ പഞ്ചായത്തിനെ കെ.ജി. രാധാകൃഷ്ണൻ നയിക്കും. നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണൻ ദളിത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായിരുന്നു. പാമ്പാക്കുട ഡിവിഷനിൽ നിന്നുമാണ് കെ.ജി. രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. പദവിയിൽ സന്തോഷമെന്നും ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യതയോടെ നടപ്പാക്കുമെന്നും കെ.ജി. രാധാകൃഷ്ണൻ പ്രതികരിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പാമ്പാക്കുട ഡിവിഷൻ അംഗം കെ.ജി. രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. നിലവിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണൻ ദളിത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യത്തെ 2.5 വർഷം ആലങ്ങാട് ഡിവിഷൻ അംഗം സിൻഡ ജേക്കബ്, തുടർന്നുള്ള 2.5 വർഷം കോടനാട് ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് അൽഫോൺസ ഡേവിസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. സിൻഡ ജേക്കബ് നിലവിൽ DCC സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. അൽഫോൺസ ഡേവിസ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പദവി ലഭിച്ചതിൽ സന്തോഷമെന്നും കെ.ജി. രാധാകൃഷ്ണൻ പ്രതികരിച്ചു. തീർച്ചയായും വലിയ സന്തോഷമാണ്. കാരണം ആദ്യമേ പറയട്ടെ, ഈശ്വരാനുഗ്രഹം എന്നുകൂടി പറയേണ്ടി വരും. വലിയ സന്തോഷം എന്നെ മുന്നണിയും പാർട്ടിയും ഇത്തരത്തിൽ എറണാകുളം ജില്ലയുടെ അമരക്കാരനായി തീരുമാനിക്കുന്നതിൽ മുന്നണിയും പാർട്ടിയും എടുത്ത സമീപനം എനിക്ക് നൽകുന്ന വലിയ അംഗീകാരം, അതിന് പ്രത്യേകമായി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. തീർച്ചയായും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിലും ഒക്കെ തന്നെ പ്രവർത്തിച്ച ഒരു പരിചയം, അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി സാധാരണക്കാരെയും പാവപ്പെട്ടവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എടുത്ത സമീപനമൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള കാര്യത്തിൽ എന്നെ പരിഗണിക്കുന്നതിൽ, നേതൃത്വത്തിലേക്ക് പരിഗണിക്കുന്നതിലൊക്കെ തന്നെ കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. എന്താണേലും പാർട്ടിയും മുന്നണിയും എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. വലിയ സന്തോഷമാണ്. DCCയിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. യോഗത്തിൽ MLA-മാരായ കെ. ബാബു, TJ വിനോദ്, മാത്യു കുഴൽനാടൻ, മുതിർന്ന ഭാരവാഹികളായ ഡൊമിനിക് പ്രസന്റേഷൻ, അബ്ദുൾ മുത്തലിബ്, അജയ് തറയിൽ, ദീപ്തി മേരി വർഗീസ്, N. വേണുഗോപാൽ, MR അഭിലാഷ്, മനോജ് മൂത്തേടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.